ഉണ്ട്. ഇനി ഇതേപോലെ നമ്മൾ നേരത്തെ എങ്ങനെയാണോ ഫോൾഡ് ചെയ്തെടുത്തത് അതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് അതിൻ്റെ മുകളിലോട്ടേക്ക് ചെറിയ പീസ് വെച്ചിട്ട് അതുപോലെ ഫോൾഡ് ചെയ്തിട്ട് ആ രണ്ട് ഓപ്പൺ വരുന്ന ഭാഗം രണ്ടും ഒരുമിച്ച് പിടിച്ചിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്കിപ്പം ഇങ്ങനെ മുകളിൽ വെക്കുന്നതിന് പകരം ഫസ്റ്റ് ഒരു ലെയർ സ്റ്റിച്ച് ചെയ്തെടുത്ത് പിന്നെ രണ്ടാമത്തെ ലെയർ സ്റ്റിച്ച് ചെയ്തെടുത്ത് അങ്ങനെ ചെയ്യുന്നെങ്കിൽ ഒരു ബട്ടർഫ്ലൈ മോഡലായിട്ട് കിട്ടും. ഇല്ല ഒറ്റ ഒന്ന് മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മൾ നേരത്തെ കമ്മലിനൊക്കെ ചെയ്ത പോലെയൊന്നും അങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഒരു 3 or 4 പീസ് വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഇതേപോലെ നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തെടുത്തത് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്ന് ടൈറ്റാക്കി നമ്മൾ നേരത്തെ ചെയ്ത തന്നെ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. അത് ടൈറ്റാക്കി കെട്ടി കൊടുക്കുന്നു, ഹെയർ ബോയിലോട്ടേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നു. നല്ല ടൈറ്റാക്കി കെട്ടി കൊടുക്കുക. പിന്നെ നിങ്ങൾ നൂലെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഞാനിപ്പോൾ ഇതിലോട്ടേക്ക് നൈലോൺ ത്രെഡാണ് എടുത്തിട്ടുള്ളത്. സാധാരണ നൂലൊക്കെ എടുക്കുമ്പം നമ്മൾ ഈ വലിച്ച് കെട്ടുന്ന സമയത്ത് പൊട്ടിപ്പോകും. അപ്പോൾ നിങ്ങളൊരു 2 ലെയർ ആക്കിയിട്ടൊക്കെ എടുക്കാൻ നോക്കാം. ഇത് ഇതേപോലെ ഇട്ടിട്ട് ഇങ്ങനെ 2-3 പ്രാവശ്യം കെട്ട് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഒട്ടിക്കുവാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ ആ ഹെയർ ബോയിലോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ഇതേപോലെ തന്നെ ഇപ്പം നമ്മൾ ഈ ബോ എങ്ങനെയാണോ കെട്ടിയെടുത്തത് അതുപോലെ തന്നെ വേണമെങ്കിൽ അത് ടൈറ്റാക്കിയിട്ട് റൗണ്ടിൽ കെട്ടിയെടുത്ത് താഴ്ഭാഗത്ത് ഒരു ചെറിയ പീസ് ഫെൽറ്റ് ഷീറ്റ് കൊടുക്കുന്നെങ്കിൽ ആ കെട്ട് കാണാതിരിക്കാൻ അങ്ങനെ കൊടുക്കുന്നെങ്കിൽ അങ്ങനെ കൊടുക്കാം. ഇല്ലെങ്കിൽ ഇതേപോലെ തന്നെ 2 ഭാഗത്തും ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഒരു ഭാഗത്ത് മാത്രമാണ് ചെയ്തെടുക്കുന്നത്. 2 ഭാഗത്ത് ചെയ്യുന്നെങ്കിൽ 2 ഭാഗത്ത് ഇപ്പം നമ്മൾ കുട്ടികൾക്ക് റിബണൊക്കെ കെട്ടിക്കൊടുക്കുന്ന പോലെ വേണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഇപ്പോൾ ഈ ഹെയർ ബോയിൽ ചെയ്ത അതേ മെത്തേഡ് നിങ്ങൾക്ക് ഈ മോഡൽ റിബൺ തന്നെ എടുത്തിട്ട് അതിലോട്ടേക്ക് ചെയ്ത് കൊടുക്കാം. അതിലോട്ടേക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണമെങ്കിൽ അത് തലയിൽ കെട്ടാനും പറ്റും. പിന്നെ ഇതാ കമ്മലും മാലയായിട്ട് മാച്ച് ചെയ്ത് നിൽക്കാനും വേണ്ടിയിട്ട് ഞാൻ സ്റ്റോണും ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് പശയാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പുറത്തോട്ടേക്ക് സെയിൽ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും കൂടെ പെർഫെക്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ടൈറ്റ് ചെയ്തൊന്ന് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് താഴ്ഭാഗത്ത് ഒരു ചെറിയ പീസ് ഫെൽറ്റ് ഷീറ്റ് ഒട്ടിച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ടേക്ക് ഒരു സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാം. അതിൻ്റെ മുമ്പ് നിങ്ങളെ അഭിപ്രായവും നിങ്ങൾ ചെയ്ത വർക്കുകളൊക്കെ നിങ്ങൾ കോർഡിനേറ്റേഴ്സിനോ നിങ്ങൾക്ക് ആരാണോ ഈ ക്ലാസ് എത്തിച്ച് തരുന്നത് അവർക്ക് അയച്ചു കൊടുക്കണം. അവർ വഴി ഞാനും ഇതറിയും. എനിക്ക് അറിയാത്ത ആൾക്കാർ നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല, അവരൊക്കെ ആയിരിക്കും ഈ ക്ലാസ് കാണുന്നത്. അപ്പോൾ എല്ലാവരും അഭിപ്രായം അറിയാനും ക്ലാസ് എന്താണ് കാണാനും ഒക്കെ എനിക്കും ആഗ്രഹമുണ്ട്. അപ്പോൾ റിബണ് ഇങ്ങനെ അയച്ചിടാതെ എന്താക്കാം ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കാം. പല കുട്ടികളും പരാതി പറയുന്ന കാര്യമാണ് റിബണിൻ്റെ കാര്യം. അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം.